വചനമൊഴി ജനുവരി 1. വചനഭാഗം ഉൽപ്പത്തി 17:1-14, ഏശയ്യ 43:1-7, ഫിലിപ്പി 2:5-11, മത്തായിയുടെ സുവിശേഷം 1:18-25, ലൂക്കായുടെ സുവിശേഷം 2:21. വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും യൗസേപ്പും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുൻപ് അവൾ പരിശുദ്ധാരൂപിയാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യൗസേപ്പ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാരൂപിയിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഈശോ എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. യൗസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ ഈശോ എന്ന് അവനെ പേരു വിളിച്ചു. അവന്റെ പരിച്ഛേദനത്തിനുള്ള 8 ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുൻപ് ദൂതൻ വിളിച്ച് ഈശോ എന്ന പേര് അവന് നൽകി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവകൃപയാൽ പുതിയൊരു വർഷത്തിൻ്റെ ആരംഭം കൂടി ദർശിക്കുവാൻ നമുക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. ഈശ്വരനാമ മഹത്വത്തോടെ പുതിയ വർഷം നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ദൈവദത്തമായ സന്തോഷവും അനുഗ്രഹവും ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുന്ന ദൈവവചന ഭാഗത്തോട് ചേർത്ത് വെച്ച് പുറപ്പാട് 23:14 പുതിയ വർഷവും നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ നമുക്ക് മുൻപേ നടക്കുന്നവനും പിൻകാവൽക്കാരനുമായ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭൂമിയുടെ എല്ലാ അതിർത്തികളിലും രക്ഷ നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മിശിഹായിൽ പുതിയ സൃഷ്ടിയാകാം. പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നത് പോലെ യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കാം. അതിന് നാളെക്കുറിച്ച് ആകുലരാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഇന്നിൻ്റെ മക്കളായി ജീവിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും എണ്ണുന്നത് മിശിഹായുടെ പിറവിയോട് ചേർത്ത് വെച്ചാണ്. ഇന്ന് നമ്മൾ മിശിഹാ കാലം 2025 1-ാം മാസം 1-ാം ദിവസം ആരംഭിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് ഈശോയുടെ നാമകരണ തിരുനാൾ ദിവസമാണ്. ശിശുവായ ഈശോയെ ജനനത്തിൻ്റെ 8-ാം നാൾ പരിച്ഛേദനം ചെയ്തതിൻ്റെയും ദൈവദൂതൻ കൽപ്പിച്ചിരുന്നതുപോലെ ഈശോ എന്ന പേര് അവിടുത്തെ വിളിച്ചതിൻ്റെയും ഓർമ്മ ദിനമാണ് ഇന്ന്. അബ്രാഹത്തിൻ്റെ നാമകരണവും സന്തതികളെ പരിച്ഛേദനം ചെയ്യുവാനുള്ള ആഹ്വാനവും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായനയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രായേലിനെ പേര് ചൊല്ലി വിളിച്ച് സ്വന്തമാക്കുന്ന കർത്താവിനെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണത്തിൽ ശ്രവിക്കുന്നത്. എല്ലാ നാമങ്ങളെയുംകാൾ മഹത്വമുള്ള നാമം ഈശോ എന്ന നാമം.
കാരണം ആ നാമം ഈശോ കർത്താവാണ് എന്ന് പ്രഘോഷിക്കുന്നു. ഇക്കാര്യമാണ് പൗലോസ്ലീഹ എന്ന ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ആ നാമം വഹിക്കുന്നവരാണ് അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും. അവർക്ക് ഈശോ മിശിഹായ്ക്കുള്ള മനോഭാവം ഉണ്ടാകണമെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. അത് ശൂന്യവൽക്കരണത്തിന്റെയും അനുസരണത്തിന്റെയും മനോഭാവമാണ്. സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോയ്ക്ക് പേരിടുവാനുള്ള ദൂതന്റെ ആഹ്വാനവും അതനുസരിച്ച് ഈശോ എന്ന നാമം അവിടത്തേക്ക് നൽകുന്നതുമാണ്. ആ നാമം തന്നെയാണ് മിശിഹായുടെ ദൗത്യം. അത് രക്ഷയുടെ ദൗത്യമാണ്. അവിടുത്തെ നാമത്തിലാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്. രക്ഷയ്ക്കുള്ള ഏക നാമം ഈശോയുടെ നാമമാണ്. ആ നാമത്തിന്റെ മഹത്വമാണ് എന്നും പ്രകീർത്തിക്കപ്പെടേണ്ടത്. നമുക്ക് ഒന്നു ചേർന്ന് പ്രഘോഷിക്കുവാൻ സാധിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായുടെ കൃപ എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.